അപ്പം ഗൈസ് നമ്മളെ ഡൂറന്റ് കപ്പ് ടൂർണമെന്റ് ഇപ്പം ഗൈസ് നടക്കുന്നുണ്ട്. ഗൈസ് ISL ഇപ്പൊ നടക്കോ ഇല്ലയോ എന്നൊരു തീരുമാനമില്ല. അതിന്റെ അടുക്കാണ് ഗൈസ് ഇപ്പോൾ ഡൂറന്റ് കപ്പ് പറഞ്ഞൊരു ടൂർണമെന്റ് കഴിഞ്ഞ് നടക്കുന്നത്. ഗൈസ് ഏതാണ് ഗൈസ് അതിന്റെ ഫൈനൽ ഇപ്പൊ ആവാനായിട്ടുണ്ട്. അതിനകത്ത് ഫൈനലിൽ ഏറ്റുമുട്ടുന്ന വെച്ചാൽ ഗൈസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC-യും പിന്നെ ഡൽഹി ഡയമണ്ട് ഹാർബർ FC കഴിക്കാണ് ഗൈസ്. പറയാൻ ഗൈസ് ഇതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് വെച്ചാൽ ഗൈസ് ഡയമണ്ട് ഹാർബർ FC കഴിക്കാണ് ഗൈസ്. ഡയമണ്ട് ഹാർബർ FC I-League 2-ൽ നിന്ന് I-League-ലേക്ക് പ്രൊമോട്ട് ആയ ഒരു ക്ലബും കഴിക്കാണ് ഗൈസ്. കിബു വിക്കുവിന് ഗൈസ് മുന്നേ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഗൈസ് കിബു വിക്കുവിന് കഴിക്കാണ് അവരെ കോച്ച്. ഏതാണ് ഗൈസ് ടീമിനൊക്കെ വെച്ചാൽ ഇതാണ് ടീം ഗൈസ്. ഡൽഹി തന്നെ ആയിരുന്നു ഡയമണ്ട് ഹാർബർ FC ഗൈസ് ടീം. എനിക്ക് വന്ന ഗൈസ് ഇപ്പം കളിയെല്ലാം കാണുമ്പോൾ ഭാവി ഒരു ATK മോഹൻ തന്നെയാണ് ഗൈസ് ഡയമണ്ട് ഹാർബർ FC. ഒരു കൊൽക്കത്ത ക്ലബും കഴിക്കാണ് ഗൈസ്. അവരെ പ്രകടനം വെച്ച ഗൈസ് തീയാണ് ഗൈസ്. അവരെ I-League 2 മാച്ചസ് കണ്ടാലും ഗൈസ് പിന്നെ ഇപ്പൊ ഡൂറിന്റെ കപ്പൊക്കെ നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. പഞ്ചാബ് FC-ലെ സ്ട്രൈക്കർ ആയിരുന്ന ഗൈസ് നമ്പർ 99 എന്താ ക്യാപ്റ്റൻ ലൂക്ക മജിഷനൊക്കെ ഗൈസ് അവർ പൊക്കിയായിരുന്നു ഗൈസ്. സൈനിങ്സ് ഒക്കെ നല്ല ബെറ്റർ സൈനിങ്സ് ആണ് ഗൈസ് അവർ നടത്തുന്നത് ഗൈസ്. മറ്റേ ഹൈദരാബാദിലെ ഗോൾ കീപ്പറും പിന്നെ ആരെയും ഹാലിച്ചായിരുന്നു ഗൈസ്. പണ്ട് ഹൈദരാബാദിലൊക്കെ കളിച്ച പിന്നെ ബാംഗ്ലൂർ FC പോയി അവിടെ കുറെ അവസരങ്ങൾ ലഭിക്കാതെ ഇപ്പൊ ലോണിൽ ഗൈസ് ബാംഗ്ലൂർ FC ലോണിൽ ഡയമണ്ട് ഹാർബർ FC-ലേക്ക് വന്ന ഗൈസ്. ഹാലിച്ചേട്ടനൊക്കെ വിഷയം അല്ല അങ്ങനെയല്ല, ഹാലിച്ചേട്ടനൊക്കെ പൊക്കി ഗൈസ്. നല്ല നല്ല സൈനികൾ കൊണ്ട് ഗൈസ് ടീമിനെ മികച്ചതാക്കാൻ നോക്കുന്നതാണ്. നമ്മളിപ്പോ കേരള ബ്ലാസ്റ്റേഴ്സ് എടുത്ത് നോക്കി ഗൈസ് സൈനിങ്സ് ഒക്കെ വെറും പോക്കാണ്. നല്ല ഇത് എന്നാ നല്ല വാല്യൂവിൽ സൈനിങ്സ് ആണെങ്കിലും ഗൈസ് ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ലാതെ സൈനിങ്സ് ആണ് ഗൈസ് നടത്തുന്നത്. ഇത് ഇപ്പൊ ഡയമണ്ട് ഹാർബർ FC ആണ് ഗൈസ് ഫുൾ ഓൺ ചെക്ക് ചെയ്ത് ഗൈസ് നല്ല പെർഫോമൻസ് ഇല്ല എന്നാൽ അത്ര റേറ്റും വരാത്ത കുറച്ച് പ്ലേയേഴ്സിനാണ് ഗൈസ് എടുക്കുന്നത്. ഡയമണ്ട് ഹാർബർ FC-നെ ഗൈസ് ഇത് ടീം വേലി വെച്ചാൽ അത്രക്കൊന്നും ഇല്ല ഗൈസ്. ഏതാണ്ട് ഒരു കോടി സംതിങ് അത്രയായിട്ട് ഇല്ലും ഗൈസ്. അവരെ 1 കോടി ഞാൻ തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. 1 കോടിയല്ല ഗൈസ്, 10 കോടി അങ്ങനെ എന്താണ് ഇല്ലും ഗൈസ് അവരെ. പക്ഷേ ഗൈസ് ഈസ്റ്റ് ബംഗാളാണ് അവരെ ഫൈനലിലെ എതിർ ടീം ഗൈസ്. അല്ല ആ സെമി ഫൈനൽ ഗൈസ് അവർ ഈസ്റ്റ് ബംഗാളെ ആയി തകർത്തെ. ഈസ്റ്റ് ബംഗാൾ വെച്ചാൽ ഗൈസ് നല്ല നല്ല സൈനിങ്സ് ഈ സീസൺ നടത്തിയായിരുന്നു. ഉദാഹരണം ഇപ്പം പറയാ ബിപിൻ സിംഗ് ഗൈസ് മുംബൈ സിറ്റി FC താരം ബിപിൻ സിംഗ് പിന്നെ ഒരു ഡിഫൻഡർ ഇറക്കിയായിരുന്നു. പിന്നെ മറ്റേ ഇന്റർ കാശി കളിച്ച എഡ്മുണ്ട് ഗൈസ് അവന്റെ പേരെ മറന്നു. അവനൊക്കെ പൊക്കിയ നല്ലൊരു ടീം തന്നെയായിരുന്നു ഈസ്റ്റ് ബംഗാള്. കൊൽക്കത്ത ഗൈസ് ATK മോഹൻ ബഗാനെ തകർത്ത് സെമി ഫൈനലിൽ കയറിയായിരുന്നു ഈസ്റ്റ് ബംഗാള്. ബട്ട് ഗൈസ് ഡയമണ്ട് ഹാർബർ FC ഗൈസ് I-League 2-ൽ നിന്ന് ജസ്റ്റ് ഒന്ന് I-League-ലേക്ക് പ്രൊമോട്ട് ആയതല്ലോ ഗൈസ്. ആ ടീമിന്റെ അപ്പുറം തോറ്റിരിക്കുന്നു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഗൈസ് ഡയമണ്ട് ഹാർബർ FC എത്ര വലിയൊരു ടീം കഴിക്കാണ് ഗൈസ്. മാർക്കറ്റ് വാല്യൂ ഉണ്ടല്ലോ ഗൈസ്, അവരുടെ പെർഫോമൻസ് കൊണ്ടാണ് അവര് വലിയ ടീം ആവുന്നത്. ജംഷഡ്പൂർ FC ഗൈസ് നല്ല നല്ല സൈനിങ്സ് ആണ് ഈ സീസണിൽ നടത്തിയത് ഗൈസ്. നിഷു കുമാർ പിന്നെ ജയശ്രാണ് പിന്നെ അങ്ങനെ കുറെ സൈനികൾ നടത്തിയായിരുന്നു ഗൈസ്. അവരെ മുന്നിലെ പ്ലേയേഴ്സ് തന്നെ ഉണ്ട്. പിന്നെ മൻവീർ സിംഗ് ഗൈസ് അവരൊക്കെ നല്ല ആൽബിനോ ഗോമസ് അവരൊക്കെ നല്ല പെർഫോമൻസ് ആണ് ഈ സീസണിൽ കാഴ്ചവെച്ചത്. സീസണിലെ ഡൂറിന്റെ കപ്പിൽ ഗൈസ് അവരൊക്കെ ഉണ്ടായിട്ടും ഗൈസ് 2-0 ഗൈസ് ഡയമണ്ട് ഹാർബർ FC അവരൊക്കെ കീഴടക്കിയത്. ഇപ്പം ഗൈസ് നടക്കാൻ പോകുന്ന ഫൈനലിൽ ഗൈസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഗൈസ് മുൻ ഡൂറന്റ് കപ്പ് ചാമ്പ്യൻസ് ആയ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC-യും ഡയമണ്ട് ഹാർബർ FC ആണ് ഗൈസ്. ആ ജയിക്കുമായി നോക്കുന്നൊക്കെ കാണാം. അതിനും ഗൈസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഗൈസ് നല്ലൊരു ടീം കഴിക്കാണ്. അലാദിൻ അജാര ഗൈസ് ആ ഒരു മനുഷ്യൻ ഇല്ലോണ്ട ഗൈസ് അവർ ഇവിടം വരത്തിയ ഒരു ഡൗട്ടിലാണ് അവർ ഗൈസ്. അവരെ ഗോളുകൾ നോക്കി പകുതി ഗോളുകൾ ഈ ടൂറിന്റെ കപ്പിൽ അടിച്ചത് അലാദിൻ അജാരയാണ്. ഈ സീസണിലെ ഈ ടൂർണമെന്റിലെ ഗോൾഡൻ ബൂട്ട് മിക്കവാറും അലാദിൻ അജാരക്ക് തന്നെ കിട്ടും ഗൈസ്. മുമ്പിലെ അലാദിൻ അജാര കഴിക്കാണ്. എന്നാൽ ഗൈസ് എല്ലാം ശുഭമാകട്ടെ ഗൈസ്. നമുക്ക് ഫൈനലായിട്ട് കാണാം. ആര് ജയിക്കുന്നത് കമന്റ് ചെയ്യുക ഗൈസ്. ഡയമണ്ട് ഹാർബർ FC ആണ് ജയിക്കുക അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആണ് ജയിക്കുക എന്തായ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടിപൊളി അടുത്തൊരു ഫുട്ബോൾ ന്യൂസ് ആയിട്ട് വരുന്ന ബൈ ബൈ സി യു.